ഇതാണ് എടുക്കേണ്ടത്. വെള്ളം എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. ഇത് 24 മണിക്കൂർ ചാടില്ല. ഇതിന് പേര് തീർത്ഥമ്പാടം എന്നാണ്. ഇതാണ് മെയിൻ. അവിടെ നിന്ന് എടുക്കാം, അവിടെ നിന്ന് നേരത്തെ എടുക്കാം. നദിയുടെ വായിൽ നിന്നും ഒഴുകുന്ന ഗംഗാസ്നാനം, അതായത് കാശി സ്നാനം എന്ന് പറഞ്ഞാൽ ഗംഗയിൽ പോയി കുളിക്കുന്ന സ്ഥലം. നമ്മുടെ സർവ്വപാപഹരം എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐതിഹ്യം, ഈ കാളവായി കുളിക്കുക എന്നുള്ളതാണ്. 1.5 മീറ്റർ തറനിരപ്പിൽ നിന്നും വെള്ളം ചാടുന്നു. തേനരുവി. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇറക്കട്ടാ വർഗിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. പുലിയാണ്. കൂട്ടുകാരെ എല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വലിയൊരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. അധികം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല. വർക്കിൻ്റെ ഇടയിൽ വർക്കുള്ളത് കൊണ്ടാണ് നമുക്ക് ആഴ്ചയിലൊരു വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മറ്റൊരു അമ്പലത്തിലോട്ടാണ് നമ്മുടെ യാത്ര. അത് പാലക്കാട്. പൊതുവെ പാലക്കാട് എന്നല്ല, കേരളത്തിലെ രാമക്ഷേത്രം കുറവാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട്ടിലൊരു രാമക്ഷേത്രമുണ്ട്, അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ഷെയറും അതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടതായിട്ട് ബെല്ലൈക്കുണ്ട്, അത് ഓളെന്ന് ടൈമിലാക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല സപ്പോർട്ട് തരിക. നേരെ പോവല്ലേ. ബാക്ക് അടിപൊളിയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ട പാടങ്ങളൊക്കെ കൊയ്തിട്ട് കരിമ്പനയുമുള്ള പാലക്കാടാണ് എൻ്റെ നാട്. എണ്ണിയാൽ തീരാത്ത ചന്തം കുറയത്ത പാലക്കാടാണ് എൻ്റെ നാട്. പൂരങ്ങളിൽ പേര് കേട്ടൊരു പൂരമായി നെന്മറപ്പൂരമാണ് ഒന്നാമത്. നേർച്ചകളിലും പല കാഴ്ചകളുമായി കമ്പംകുന്നിയിലൊരു നേർച്ചയുണ്ട്. പൂരങ്ങളിൽ പേര് കേട്ടൊരു പൂരമായി നെന്മറപ്പൂരമാണ് ഒന്നാമത്. നേർച്ചകളിലും പല കാഴ്ചകളുമായി കമ്പംകുന്നിയിലൊരു നേർച്ചയുണ്ട്. അപ്പോൾ പാലക്കാട് വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പാലക്കാടേക്ക് ധൈര്യമായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ നേരെ പോകാം നമുക്ക്. ഈ വൈക്കോൽ കൂനയും അതുപോലെ തന്നെ കരിമ്പനകളൊന്നും കാണാത്ത ആളുകൾ ഒരുപാടുണ്ടാവും. ആലപ്പുഴയിലുള്ള ആളുകൾക്കൊക്കെ വൈക്കോൽ കൂനയൊക്കെ അറിയാമായിരിക്കും, പക്ഷെ കരിമ്പനയും അതുപോലെ തന്നെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതെ, എൻ്റെ തൊട്ട് ബാക്കിൽ അടിപൊളിയായിട്ട് ഇതേ വൈക്കോൽ കൂനയും അതുപോലെ തന്നെ കരിമ്പനയും, ഇഷ്ടംപോലെ കരിമ്പനയുണ്ട്. അപ്പോൾ നല്ല പനങ്ങൾ കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി. വേറെ നമ്മളങ്ങനെ എന്താ പറയുക, ശ്രീരാമക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണുള്ളത്. ഇപ്പോൾ കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ എല്ലാവരും കാണുക. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരസാർധൂല കർത്തവ്യം ദൈവമാഹ്നികം ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. കൂട്ടുകാരെ, വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ 1-2 കാര്യങ്ങൾ വിശേഷപ്പെട്ടിട്ടുള്ളത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതറിയാവുന്ന ആളുകളുമായിട്ട് നമ്മൾ ചോദിച്ചറിഞ്ഞ് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ ചാനൽ നല്ലപോലെ സപ്പോർട്ട് തരിക. ഈ കാണുന്നത് ശ്രീരാമക്ഷേത്രത്തിന് തൊട്ട് മുമ്പുള്ള ഒരു നവഗ്രഹ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ തിരുവില്ലാമല ബലിതർപ്പണമുണ്ട്, കറുത്തവാവ്, അതുപോലെ തന്നെ ബലിതർപ്പണം അർപ്പിക്കുക എന്നൊക്കെ പറയും പിതൃക്കൾക്ക്. അപ്പോൾ അതുപോലുള്ള എല്ലാവിധ ചടങ്ങുകളും ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതറിയാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്ക് തന്നെ ഞാൻ ഈ അടുത്തായിട്ടാണ് ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊക്കെ അറിഞ്ഞത്. ഇപ്പോൾ തേനാരി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഇരിക്കുന്നത്. നമ്മൾ പാലക്കാട് കൂട്ടുപാതയിൽ നിന്നും നേരെ കൊഴിഞ്ഞാമ്പ്ര പോകുന്ന വഴിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ അവിടെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ തൊട്ട്
ഇടതുവശത്തായി നിന്ന് ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട്. ആ വഴിയാണ് നേരെ ഇങ്ങോട്ട് 1/2 കിലോമീറ്ററുള്ള ദൂരം അവിടെ നിന്നിട്ടും ഇവിടെ എത്താനായിട്ട്. അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമ്മുടെ ചടങ്ങുകളൊക്കെ ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. അതിന് ദേവസ്വം ബോർഡിലെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ 1-2 സ്ഥലത്തായിട്ട് കാണും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞു തന്നത് 1-2 പേരാണ്. അതൊന്ന് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ എന്ന് പറയും, ഇവിടെയുള്ള ഒരു നിവാസി തന്നെയാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ അമ്പലത്തിലെ സ്റ്റാഫായിട്ടുള്ള സവിത എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്, പുള്ളിക്കാരത്തിയാണ്. ഡീറ്റെയിലായിട്ട് നമുക്ക് ഇവർ 2 പേരുമാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ആ വിഗ്രഹം കണ്ടോടാ അതിന്റെ ചുറ്റും അതിലെ സീതാദേവി, ഹനുമാൻ, ലക്ഷ്മണൻ. അപ്പോൾ ഇനി നമുക്ക് രാമൻ്റെ പതിഞ്ഞ കാൽപ്പാലും അതുപോലെ തന്നെ ജടായു 1-2 കാര്യങ്ങളുണ്ട്. ഇതിന് തൊട്ടടുത്തതിനായിട്ട് ഒരു ഇവിടുത്തെ എന്താ പറയുക കിണറെന്ന് പറയാൻ പറ്റുന്ന പാകത്തിലുള്ളൊരു ഉറവയാണ്. ഒരുപാട് ആഴമില്ലെങ്കിലും അടിവശം ചട്ടിയുടെ ആകൃതിയിലാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തറനിൽപ്പിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിൽ വരെ വെള്ളം നിൽക്കുന്നുണ്ട്. അത് ഒരു എന്താ പറയുക ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നുകയാണ്. അല്ലേ ഈ വെള്ളം ഇത് മറ്റേ കിണറാണോ അതോ തീർത്ഥ കിണർ? എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. അതെ അയ്യേ ഇല്ലല്ലേ, അത്ര ഉണ്ട്. പൈസ ഇടും അകത്ത്? ഈ മറ്റേ അകത്ത് പൈസ കാണുന്നുണ്ട്. തിളങ്ങുന്നത് പൈസയല്ലേ? വെള്ള ഡോട്ട് കാണുന്നുണ്ട്. ഒരു അമ്പലത്തിൻ്റെ മറ്റേ ഇതിനൊക്കെ വെള്ളം തീർന്നുണ്ടല്ലോ അല്ലേ പൂജയ്ക്കൊക്കെ? കുടിക്കാനും ഭഗവാൻ പായസത്തിനൊക്കെ കുറച്ച് തീർത്ഥതാണ് പ്രാധാന്യം. ഒരു ഏകദേശം ഐഡിയ വെച്ച് പറഞ്ഞു. ഏകദേശ രൂപം ഞാൻ പറഞ്ഞുതരാം. ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടി വനവാസത്തിന് വന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്ത് സീതയ്ക്ക് വെള്ളദാഹിക്കണോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണനൊരു അമ്പ ചെയ്തു. അവിടെ ഒരു ലക്ഷ്മണ തീർത്ഥമുണ്ട് അപ്പുറത്ത്, ഇവിടെയില്ല, ആ ഭാഗത്ത് റോഡ് സൈഡ് തന്നെ. ആ ലക്ഷ്മണ തീർത്ഥത്തിൽ വന്നത് കലങ്ങിയ വെള്ളമായിരുന്നു. അതിനുശേഷം ആ വെള്ളം കലങ്ങി എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ അമ്പ ചെയ്തു. അമ്പ ചെയ്തപ്പോൾ ആ വന്ന തീർത്ഥമാണ് ഇത്. നമ്മൾ അമ്പലത്തിനകത്ത് അകത്തുള്ള കിണർ. ആ കിണറിന് കാളവയിൽ വെള്ളം ചാടുന്നുണ്ട? ഈ ഭാഗം കണ്ടില്ലേ? ആ ഈ കിണർ മേൽഭാഗം 4 ഭാഗവും ചതുരമായിട്ട് കാണും. അടി പോകും തോറും ഇതുപോലെ ഒരു കുഴിയായിരിക്കും. ചട്ടിയുടെ നമ്മുടെ അടിഭാഗം അത്രയും വലുപ്പമാണ്. അതിൽ നിന്ന് വെള്ളം മുകളിലേക്ക് പൊന്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു 10-20 വർഷം മുന്നേ കാളവയൽ കൂടി വെള്ളം താനേ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാളവയൽ കുളിച്ചു കഴിഞ്ഞാൽ അല്പം തലയ്ക്ക് അസുഖമുള്ളവരടക്കം മാറും എന്നുള്ളതാണ് അതിൻ്റെ പ്രമാണം. ഇതിൻ്റെ ശ്രീരാമനും ലക്ഷ്മണനും ഇരുന്ന ഒരു ശംഖുചക്രപ്പാറയുണ്ട് അപ്പുറത്ത്, ആ ഭാഗത്ത് ശംഖുചക്രപ്പാറ. അവിടെ പല്ലാങ്കുഴി കളിച്ചതിൻ്റെ കുഴികളും വെറ്റില ചവച്ച് തുപ്പിയതിൻ്റെ പാടും കാൽപാദങ്ങളും അവിടെയുണ്ട്. ശംഖുചക്രപ്പാറ എന്ന് പറയും. ഇതാണ് ചുരുങ്ങിയ ഐതിഹ്യം. പിന്നെ നമ്മുടെ ഈ ശിവന്റെ അമ്പലവും ഇതുമായിട്ട് എന്താ ബന്ധം? ഇത് ശിവന്റെ അമ്പലം എന്ന് പറയുന്നത് ഇതല്ലേ? അതാണ് ശിവന്റെ അമ്പലം. നേരെ കാണുന്നത് മധ്യാരണ്യ. ഈ അമ്പലത്തിന്റെ ഇത് മെയിൻ അമ്പലം. അതിന്റെ എന്താ പറയാ ഉപക്ഷേത്രം, ശ്രീരാമലക്ഷ്മണന് ദർശനം കൊടുത്ത ശിവക്ഷേത്രം. അതും ഇതും അതെ. പിന്നെ കാലങ്ങളായിട്ട് പഴക്കമുള്ളതാണ് ഇതും.
എല്ലാം നമ്മുടെ മറ്റേ പാറയമ്പലം ശിവക്ഷേത്രം, അത് ശിവക്ഷേത്രമാണ്. മാങ്കരയമ്മൻ ക്ഷേത്രം പറയും. ആ ഇത് തേന ഇതൊക്കെ 100ന്റെ മേലെ ഉണ്ടാവും. 100 അല്ല മറ്റേത് പാറയില് അത് 1000 ആവാൻ പോണോണ്ട് ഞാൻ അത് അത്രയും ആവും. 900 സംതിങ് ആയി 1000 അടുക്കുന്നു. ഇത് അതിന്റെ മേലെ വരും. കാരണം ഈ അമ്പലം അത്ര മേലെ വരും. പിന്നെ ഇതിന് ഈ ഭാഗത്തിന് തന്നെ ഒരു ഐതിഹ്യം കൂടുതലാണ്. ഈ പിന്നെ എവിടെ പിന്നെ നമ്മൾ ബോർവെല്ലിട്ടാൽ ഇതിൽ ബോർവെല്ലിട്ടിട്ടാണ് നമ്മുടെ ഈ തീർത്ഥം ഒഴുക്ക് നിന്നത്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ബോർവെല്ല് പഞ്ചായത്ത്. ആ കാരണമാണ് നമ്മുടെ കാളവയലിൽ നിന്നുള്ള വെള്ളം വറ്റിപ്പോകാനും കിണർ പറ്റാനും കാരണം. ഇപ്പോൾ ആരും വെള്ളം ഓട്ടിക്കുന്നില്ല, കാളവയൽ വെള്ളം ചാടിക്കുന്നു ഇല്ലേ, ഓട്ടോമാറ്റിക് ചാടുന്നുണ്ട്. ആരും ബോർവെല്ല് അടിച്ചിട്ടില്ലെങ്കിൽ കാളവയൽ വെള്ളം. അതിൽ 10 പൈസയായിരുന്നു കുളിക്കാൻ ഒരാൾക്ക്, കുളിക്കാൻ ടിക്കറ്റ് മുമ്പ്. ഇപ്പം എത്രയാണ് വാങ്ങിക്കുന്നത്? 10 രൂപ വാങ്ങിക്കും ഒരാൾക്ക് കുളിക്കാൻ. കർക്കിടവാവ്, ദീപാവലി അല്ലേ, അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ബലിയിടാനായിട്ട് നിറയെ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബലിതർപ്പണം, നമ്മുടെ കറുത്ത വാവ് അല്ലേ, ദീപാവലി വാവ്. അതായത് നമ്മൾ ഇവിടെ പോകുന്ന അതേ സെയിം തന്നെ തിരുവല്ലാമല അല്ലേ, ഇവിടെ ബലിയിടാൻ നിറയെ ആൾക്കാർ വരും. ഉത്സവം അതേപോലെ അങ്ങനെ വന്നിട്ട് കർക്കിടക മാസം രാമായണ മാസാചരണം ഉണ്ട്. ഒരു മാസം അത് നമ്മൾ ഒരു മാസം ഫുള്ള് രാമായണ പാരായണം, അന്നദാനം ഉണ്ട്, ഔഷധക്കഞ്ഞി വിതരണം ഉണ്ട്. പിന്നെ ഭക്തർക്ക് വേണ്ട എല്ലാ പിതൃതർപ്പണം കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യങ്ങളും തിലഹോമൊക്കെ ഇവിടെ വിശേഷമാണ്. മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണല്ലേ ചേച്ചി? സ്റ്റാഫാണ്. കാളവായി നോക്കിയില്ലേ? ഇല്ല നോക്കിയില്ല. അയ്യോ കാളവായി അതാണ് മെയിൻ, ഈ ക്ഷേത്രത്തിലെ മെയിനായിട്ട്. വേറെ അല്ല, പുള്ളിയാണ് ഞാൻ ആദ്യം ചോദിച്ചത്, പുള്ളിയുടെ അടുത്താണ് അകത്തോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ പഴയ ഇതാണ് എടുക്കേണ്ടത്. വെള്ളം എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. ഇത് 24 മണിക്കൂർ ചാടില്ല. ഇതിന് പേര് തീർത്ഥമ്പാടം എന്നാണ്. ഇതാണ് മെയിൻ. അവിടെ നിന്ന് എടുക്കാം, അവിടെ നിന്ന് നേരത്തെ എടുക്കാം. നദിയുടെ വായിൽ നിന്നും ഒഴുകുന്ന ഗംഗാസ്നാനം, അതായത് കാശി സ്നാനം എന്ന് പറഞ്ഞാൽ ഗംഗയിൽ പോയി കുളിക്കുന്ന സ്ഥലം. നമ്മുടെ സർവ്വപാപഹരം എന്നാണ് ഐതിഹ്യം പറയുന്നത്. സ്നാനത്തിന് ദീപാവലി ദിവസമാണ് വാവ് കുളിക്കാൻ ഒരുപാട് ജനങ്ങൾ വരും. 10,000-ങ്ങളായിട്ട്. ഇങ്ങനെ കിണറുണ്ട്, കിണറയിൽ ഒഴുകി വരികയാണ്. ഭഗവാൻ ശ്രീരാമസ്വാമി അമ്പ ചെയ്ത് ഗംഗാനദിയെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളൊരു ഐതിഹ്യം കൂടിയാണ്. അല്ലാതെ കാശിയിലെ തീർത്ഥം ഈ തീർത്ഥം ഒരേ ഈക്വൽ ഇതാണ് പറഞ്ഞത്. ആരെയും മരിക്കാൻ കിടക്കണേ അവർക്ക് ഒരു തുള്ളി വെള്ളം ദോഷിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഐതിഹ്യം ഇവിടെ ആൾക്കാർ നിറയെ കൊണ്ടുപോകും, തീർത്ഥം കൊണ്ടുപോകും. പിന്നെ പല ഭാഗത്തുനിന്നും മാരിയമ്മൻ ക്ഷേത്രങ്ങൾ ഉത്സവമായിട്ട് ഇവിടെ വന്ന് തീർത്ത് കൊടുത്ത് കൊട്ടുംപാദ്യത്തോടു കൂടി തമിഴ്നാട് കൊഴിഞ്ഞാമ്പാറ അതിൻ്റെ അപ്പുറം മീനാക്ഷിപുരം തൊട്ട് ആൾക്കാർ വരും. ഗോപാലപുരം മുതൽ ആൾക്കാർ വരും. ഇതിനൊക്കെ ഒരുപാട് ഐതിഹ്യമുണ്ട്. ഒരു ലക്ഷ്മണ തീർത്ഥം കൂടി ഉണ്ട്, പക്ഷേ അത് ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒരു കുളമായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയല്ല, ഈ ഭാഗത്ത്. അതെങ്ങനെയാണെന്നറിയാം, ഈ ഇതുമാതിരി ചതുരം ഒരു കുളം, അതിൻ്റെ നടുവിൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു അമ്പ് തറച്ചതിൻ്റെ ഒരു കുഴി. അതിൽ നമ്മളൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ തനിയേ താഴേക്ക് പോകും. മണലാണ്, വെള്ളം മുകളിലേക്ക് പൊന്തിക്കൊണ്ടേയിരിക്കും. ആളെ വെള്ളം തിളച്ച് നിറഞ്ഞൊഴുകും ഈ ബോറിൽ. അത്രയും വാട്ടർ ലെവലാണ് ഇവിടുത്തെ വാട്ടർ ലെവൽ. ഇത്ര ഇവിടെ ഈ ലെവലിലാണ് ഇപ്പം നമ്മുടെ ഈ തീർത്ഥം ചാടുന്നില്ലേ, ഈ ലെവലാണ് നമ്മുടെ കിണർ നിൽക്കുന്നത്. പക്ഷെ താളനിരപ്പിൽ നോക്കുമ്പോൾ അഞ്ചടി ഇല്ലേ, 5 ഇല്ലേ, 1.5 മീറ്റർ അതന്നെ, അതെ 1.5 മീറ്റർ പോകും. ഈ ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. ആ കാളവായി ചാടുന്നത് ഈ ലെവലിലാണ് ചാടിക്കുന്നത്, 1 മീറ്ററിന് മുകളിൽ. അതെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഐതിഹ്യം, ഈ കാളവായി കുളിക്കുക എന്നുള്ളതാണ്. 1.5 മീറ്റർ തറനിരപ്പിൽ നിന്നും വെള്ളം ചാടുന്നു. തേനരുവിയാണത്. അതെന്താ വെച്ചാൽ തേനാരി എന്ന് പറഞ്ഞ് ലോപിച്ചായത്. ഇവിടുത്തെ വെള്ളം സ്വീറ്റ് ആണെന്നുള്ള അർത്ഥമാണ്. കിട്ടുന്നു എന്നുള്ളൊരു ഐതിഹ്യം കൂടി അവിടെയായിരുന്നു. ഇത് പഴയതാണല്ലേ? ഇതും നവഗ്രഹം എന്ന് പറയുന്നത് ഇതും അതിൽപ്പെട്ട തന്നെ. നവഗ്രഹം എന്ന് പറയുന്നത് ഇതും അതിൽപ്പെട്ട തന്നെ.
പഴയ കാലത്ത് ആ നവഗ്രഹങ്ങളെ പിന്നെ എന്തോ സ്ഥാനം അവര് നോക്കിച്ചപ്പോ എന്തോ പ്രശ്നം വെച്ചപ്പോ സ്ഥാനം അങ്ങോട്ട് മാറ്റിയത്. പിന്നെയാണ് നേരെ അങ്ങോട്ടാക്കിയത്. ബലിതർപ്പണപ്പുരയൊക്കെ ഇവിടേക്ക് ആക്കി. അങ്ങനെ ഇത് ബലിതർപ്പണപുര. ഡെയിലി ഉണ്ട്, നമുക്ക് ഡെയിലി ബലിതർപ്പണം നല്ല തിരക്കാണ്. അത് കർക്കിടക വാവ് ദിവസം ശരിക്കൊരു ഉത്സവം പോലെയാണ് ഇവിടെ. അത് ലക്ഷങ്ങൾ ഇവിടെ റോഡിൽ ക്യൂ അറ്റം വരെ പാറ സ്റ്റാൻഡ് വരെ വരും. അതുമാതിരി തിരക്ക് ഇവിടെ കർക്കിടക വാവ് ദിവസം. അത് അമാവാസിക്ക് വെച്ചാൽ പറയും വേണ്ട, നല്ല തിരക്കാണ് ഇവിടെ. നമ്മൾ തിരുവല്ലാമലയൊക്കെ ചെയ്യുന്ന അതേ എഫക്റ്റ് നല്ല സാധനം. നമ്മളൊന്നും തിരുവല്ലാമല, പക്ഷെ ഇത് എന്താ പറയാ, ചില ഏരിയയിലൊന്നും അധികം അറിയില്ല. ചില ഉള്ളേരിയല്ലേ അറിയാത്തോണ്ടാണ് അറിയില്ല. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ വന്നുകൊണ്ട് അവിടെ വന്നപ്പോഴാണ് തേനാരി എന്ന് പറഞ്ഞ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ പുള്ളി പറയുകയും ചെയ്തു, അപ്പോഴാണ് അറിഞ്ഞത് തന്നെ. ഫോട്ടോ എടുക്കും, നിങ്ങളെയും കൂടി എടുക്കാം. അതാണ് ശിവക്ഷേത്രം. അതായത് രാമലക്ഷ്മണന്മാർക്ക് ബലിയിട്ടതിന് ശേഷം ശിവൻ പാർവതി സമേതനായിട്ട് ദർശനം വലിയ ക്ഷേത്രം കൂടിയാണ്. മുരുകന്റെ വട്ടശ്രീകോവിലാണ്. മുരുകൻ, അയ്യപ്പൻ, ഗണപതി, മഹാവിഷ്ണു, ശിവൻ പാർവതി സമേതനായിട്ട് അവിടെ 11 പ്രതിഷ്ഠയുണ്ട്. അവിടെ നാഗദൈവങ്ങളുണ്ട് നമ്മുടെ ഈ സ്ഥലത്തിന് അല്ലേ. ചേച്ചി ഇവിടെ എത്ര കൊല്ലമായി? ഞാനിപ്പോൾ 3 വർഷം. 3 വർഷം. മറ്റേ ഗവൺമെന്റ് എംപ്ലോയി ഉണ്ടല്ലോ. ഗവൺമെന്റ് എംപ്ലോയി. ശരി, ഇപ്പോൾ ഇനിയിപ്പോൾ ശരി.